ഡയറ്റ് സെല്ലിംഗ്. എന്നാൽ നമുക്ക് അഭിമാനത്തോടെ നമുക്ക് പറയാം, ഇന്ന് നമ്മൾ പരിചയപ്പെടുത്താൻ പോകുന്ന കമ്പനി ഡയറ്റ് സെല്ലിംഗ് ബിസിനസ്. എല്ലാവരും ഒരു സംശയം ഉണ്ടാവും, ഡയറ്റ് സെല്ലിംഗ് ബിസിനസ് ആണോ? യെസ്, ബിസിനസ്. എന്തുകൊണ്ട് ബിസിനസ് എന്ന് പറയുന്നത്? ഈ ഏത് മാനുഫാക്ചറിങ് കമ്പനി ആയാലും ഏത് ബിസിനസ് ആയാലും ഒരു മാനുഫാക്ചറിങ് കമ്പനി ബയർ ആൻഡ് സെല്ലറാണ്, വാങ്ങുക വിൽക്കുക എന്ന് പറയുന്ന പ്രവണതയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതേപോലെ തന്നെ ജെന്യൂൻ പ്രൊഡക്റ്റ്, ആ ബ്രാൻഡഡ് പ്രൊഡക്റ്റ് ആയിരിക്കും. ഇനി പ്രോപ്പർ ഡിസ്ട്രിബ്യൂഷൻ സിസ്റ്റം ആണ്, അതായത് ഡിസ്ട്രിബ്യൂഷനിലൂടെയാണ് നമുക്ക് ഈ നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് ബിൽഡ് ചെയ്യുന്നത്. ഇനി പ്രോഫിറ്റ് ഓർ കമ്മീഷൻസ് ആർ ഗിവൻ ഓൺലി വെൻ ദർ ഇസ് എ സെയിൽസ് ടേൺ ഓവർ. ഇവിടെ ആർക്കും വെറുതെ ഒന്നും പണം കിട്ടുന്നില്ല, കൃത്യമായി ടേൺ ഓവർ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് അതിനുള്ള വരുമാനമുള്ളൂ. ഇനി ഗവൺമെന്റ് റൂൾ അനുസരിച്ചുള്ള എല്ലാ ടാക്സും പേ ചെയ്തുകൊണ്ടാണ് നമുക്ക് ഇൻകം ലഭിക്കുന്നത്. അതുകൊണ്ട് ഇത് ബിസിനസ് ആണെന്ന് പറയാം. ഇനി ഈ ഡയറ്റ് സെല്ലിംഗ് ഗ്രേറ്റ് ബിസിനസ് എന്ന് പറയുന്നത് എന്തുകൊണ്ട്? കാരണം ഇതിന് സീറോ ഇൻവെസ്റ്റ്മെന്റ് ആണ്, അതുകൊണ്ട് തന്നെ അതിന് റിസ്ക് ഇല്ല. അതേപോലെ തന്നെ ഇനി ഷോപ്പോ ഓഫീസോ ആവശ്യമില്ല. വലിയ എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ വേണോ? അതും വേണ്ട. ഇനി വലിയ ബാങ്ക് ബാലൻസ് വേണോ എന്ന് വെച്ചാൽ അതും വേണ്ട. ഇനി ഫുൾ ടൈം ആൻഡ് കമ്മിറ്റഡ് ആയിട്ട് വേണോ എന്ന് വെച്ചാൽ അതും വലിയ നിർബന്ധമൊന്നുമില്ല. ഇനി ഇതിന്റെ യഥാർത്ഥ പ്രാധാന്യം മനസ്സിലാക്കുന്ന സമയത്ത് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം വെച്ചാൽ, ഞാനിവിടെ പരിചയപ്പെടുത്താൻ പോകുന്ന കമ്പനി, വി ആർ ഇൻട്രൊഡ്യൂസിംഗ് നമ്പർ 1 ഡയറ്റ് സെല്ലിംഗ് കമ്പനി ഇൻ ഇന്ത്യ. ഇനി വളരാൻ പോകുന്നതും ഇനി വരുന്നതും MR മാർക്കറ്റിംഗ് പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനിയാണ് ഞാനിവിടെ പരിചയപ്പെടുത്താൻ പോകുന്നത്. വളരെ ആവേശത്തോടുകൂടി, വളരെ സന്തോഷത്തോടുകൂടി ഇന്ന് ഒരുപാട് ആൾക്കാരെ ജീവിതത്തിൽ നിന്നും വലിയ ലെവലിലേക്ക് മാറ്റിക്കൊണ്ടിരിക്കുന്ന, ഒരുപാട് ആൾക്കാരെ സ്വപ്നം കാണിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വലിയൊരു മാർക്കറ്റിംഗ് കമ്പനിയാണ് MR മാർക്കറ്റിംഗ് കമ്പനി. അതേപോലെ തന്നെ ഇതിന്റെ അബൌട്ട് മനാറിയ നോക്കുവാണെങ്കിൽ നമ്മൾ ഒരു കാര്യം മനസ്സിലാക്കണം, ഈ ചുരുങ്ങിയ 5 വർഷം കൊണ്ട്, ഒരു വർഷം കൊണ്ട് ഈ കമ്പനി 5 കോടിയോളം ടേൺ ഓവർ കൊടുത്ത സമയത്ത് 2.5 കോടിയോളം നമ്മളെ പോലത്തെ സാധാരണക്കാരാണ് റീഡിസ്ട്രിബ്യൂട്ട് ചെയ്തിട്ടുള്ളത്. അതുപോലെ തന്നെ ഇതിന്റെ MD ആരാണെന്ന് വെച്ചാൽ നമുക്കറിയാം, നിതിൻ മഞ്ചപ്പ. പ്രൊഫഷണലി IT ഫീൽഡിൽ വളർന്ന ആളാണ്. അതേപോലെ തന്നെ 8 വർഷത്തോളം എക്സ്പീരിയൻസ്ഡ് ഡയറ്റ് സെല്ലിംഗ്, അതേപോലെ തന്നെ IT മേഖലയിൽ പ്രൊഫഷണലിസ്റ്റ് ആണ്. അതേപോലെ തന്നെ അർഷിത മേഡം, ഇതുപോലെ തന്നെ ഡയറക്ടർ ഓഫ് ദി MR, ആള് BA ആണ്, ബാച്ചലർ ഓഫ് എഞ്ചിനീയറിംഗിൽ ബയോടെക് നേടിയൊരു മേഡം കൂടിയാണ്. വളരെ മിഷനും ഉള്ളൊരു 2 ചെറുപ്പക്കാരാണ് നമ്മളെ കമ്പനിയെ നയിച്ചുകൊണ്ടിരിക്കുന്നത്. ഇത് തന്നെയാണ് നമുക്ക് ഏറ്റവും വലിയ കാര്യം. കാരണം ഒരുപാട് വിഷനുള്ള ആൾക്കാരോട് നമ്മൾ കൂടിക്കഴിഞ്ഞാൽ നമ്മളും വളരും. ഇനി നമ്മളെ കമ്പനിയുടെ ലീഗൽ വശമാണ്. എല്ലാവർക്കും അറിയാം, എന്ത് ചെയ്യുന്ന സമയത്തും ഇപ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ നമുക്ക് ലീഗൽ സർട്ടിഫിക്കറ്റ് ഉണ്ടോ. ഇന്ന് ഇന്ത്യ ഗവൺമെന്റ് അംഗീകരിച്ചുള്ള മുഴുവൻ മാനദണ്ഡങ്ങൾ പാലിച്ചുകൊണ്ടിരിക്കുന്ന മുഴുവൻ സർട്ടിഫിക്കറ്റും, ഒരു നെറ്റ്വർക്ക് മാർക്കറ്റിങ്ങിന് ഉപരി ഒരു കമ്പനി ഇവിടെ റൺഔട്ട് ചെയ്യണമെങ്കിൽ ഉള്ള എല്ലാവിധ സർട്ടിഫിക്കറ്റ് ഉള്ള ഒരു കമ്പനിയാണ് MR മാർക്കറ്റിംഗ്. അതിൽ GST സർട്ടിഫിക്കറ്റ് ഉണ്ട്, അതേപോലെ തന്നെ പാൻ സർട്ടിഫിക്കറ്റ്, ഉദ്യം സർട്ടിഫിക്കറ്റ്, ഇങ്ങനെ എല്ലാ സർട്ടിഫിക്കറ്റും, ടാൻ സർട്ടിഫിക്കറ്റ്, അതേപോലെ FSSAI, അതേപോലെ തന്നെ MCA സർട്ടിഫിക്കറ്റ്, അതേപോലെ തന്നെ IEC, കോഷർ, FDA, ഫ്രണ്ട്സ് ഓഫ് ഡയറ്റ് സെല്ലിംഗ് അസോസിയേഷൻ മെമ്പർഷിപ്പ് ഉണ്ട്, GMP സർട്ടിഫിക്കറ്റ്, എല്ലാ സർട്ടിഫിക്കറ്റുകളും ഇതിൽ ഇൻക്ലൂഡ് ആണ്. നമുക്ക് ഈ സർട്ടിഫിക്കറ്റിനെ പറ്റി വിശദമായി സംസാരിക്കാൻ സമയമില്ലാത്തതുകൊണ്ടാണ് ഞാൻ സ്ലൈഡ് ചേഞ്ച് ചെയ്തുകൊണ്ട് പോകുന്നത്. നിങ്ങൾ ഇതിനെപ്പറ്റി നിങ്ങളെ അപ്ലൈ ലീഡേഴ്സിനോടോ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇത് പഠിക്കാൻ തയ്യാറാണെങ്കിൽ കൃത്യമായി നിങ്ങൾ വർക്ക്ഷോപ്പുകളിൽ ഇരുന്ന് ഇത് പഠിക്കണം. കാരണം ഇന്ന് ഇന്ത്യയിൽ എല്ലാവിധ മാനദണ്ഡങ്ങളും പാലിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കമ്പനിയാണ് MR മാർക്കറ്റിംഗ്. നമുക്ക് നാളെ ഒരാൾ പോലും നമ്മളെ ദോഷകരമായി ചിത്രീകരിക്കുന്ന ഒരു കാര്യങ്ങളും നമ്മളെ കമ്പനിക്കില്ല. 100% ബിസിനസ്സിലൂടെ പ്രവർത്തിക്കുന്ന ഒരു കമ്പനിയാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് ധൈര്യത്തോടുകൂടി നമുക്ക് ഇതിൽ പ്രവർത്തിക്കാനുള്ള മുഴുവൻ സാഹചര്യങ്ങളും നമ്മളെ കമ്പനിയും ലീഡേഴ്സ് നമുക്ക് ഒരുക്കുന്നത്. അതുപോലെ തന്നെ ഇന്ന് മൾട്ടി ലെവൽ മാർക്കറ്റിംഗ് ഓർ ഡയറ്റ് സെല്ലിംഗ് എന്ന് പറയുന്ന മേഖല ഇന്ന് എല്ലാ സ്റ്റേറ്റുകളും സംഘടനകൾ രൂപീകരിച്ചിട്ടുണ്ട്. ആ സംഘടനകൾ എന്ന് പറയുന്നത് ഇന്ന് AITC ആയിക്കോട്ടെ, CITC ആയിക്കോട്ടെ, INTC ആയിക്കോട്ടെ, BMS ആയിക്കോട്ടെ, ST ആയിക്കോട്ടെ, HMS, ഇങ്ങനെ എല്ലാ നിരവധി സംഘടനകളും നമ്മളെ ഈ തൊഴിലാളികളിൽ നിന്നും പ്രവർത്തിക്കുന്നു. ഇനി ഇത് പവർ ഓഫ് നാച്ചുറൽ മനാറിയ ഓവർവ്യൂ പ്രൊഡക്റ്റ് നമുക്ക് മനസ്സിലാക്കേണ്ട വെച്ചാൽ, നമ്മൾ മാർക്കറ്റ് ചെയ്യുന്ന പ്രൊഡക്റ്റ് വെച്ചാൽ ഒന്ന് വെൽനസ് റേഞ്ച് പ്രൊഡക്റ്റുകളാണ്. അതുപോലെ തന്നെ ന്യൂട്രീഷണൽ ക്യാപ്സ്യൂള്, പൗഡേഴ്സ്, എനർജി, ഇമ്മ്യൂണിറ്റി ആൻഡ് ഓവർ വെൽബീയിങ്. ഇനി ആയുർവേദിക് ഹെർബൽ ജ്യൂസ്, ഡീടോക്സ്, ഇമ്മ്യൂണിറ്റി ബൂസ്റ്റ് ആൻഡ് ഡൈജഷൻ. ഇത്രയും നമ്മളെ എല്ലാ പ്രൊഡക്റ്റുകളും നോക്കുകയെങ്കിൽ ഏറ്റവും പ്രധാനപ്പെട്ട പ്രൊഡക്റ്റാണ് നമ്മൾ മാർക്കറ്റ് ചെയ്യുന്നത് ബയോ മാഗ്നറ്റിക് പ്രൊഡക്റ്റ് ആണ്.
ഈ ബയോമാഗ്നറ്റിക് പ്രൊഡക്റ്റ് മാത്രം ഞാൻ പറയുന്ന സമയത്ത് നമ്മൾ മനസ്സിലാക്കേണ്ടത് വെച്ചാൽ മനുഷ്യ ജീവജാലങ്ങൾക്ക് ഏറ്റവും പ്രധാനപ്പെട്ട വസ്തുവാണ് വായു, വെള്ളം, ഭക്ഷണം. അതേപോലെ തന്നെയാണ് സൂര്യപ്രകാശം. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട അതേപോലത്തെ പ്രധാനപ്പെട്ടതാണ് എർത്ത്. ഈ മാഗ്നറ്റിക് എന്ന് പറയുന്നത് നിയോഡൈമിയം എന്ന് പറയുന്ന മാഗ്നറ്റ് ആണ് ഇതിൽ അപ്ലൈ ചെയ്തിട്ടുള്ളത്. നിയോഡൈമിയം മനുഷ്യ ശരീരത്തിൽ വളരെ എഫക്ട് ചെയ്യുന്ന ഒരു മാഗ്നറ്റ് ആണ്. ഇത് ഇലക്ട്രോ മാഗ്നറ്റ് അല്ല. ഇതിനെപ്പറ്റി കൃത്യമായി നമ്മളെ RK സാർ കൃത്യമായി നമുക്ക് ഞായറാഴ്ചകളിൽ പറഞ്ഞു തരുന്നുണ്ട്. ഈ പ്രോഡക്റ്റ് ആണ് നമ്മൾ ഒന്ന് കൂടുതലായിട്ടും മാർക്കറ്റ് ചെയ്യുന്ന ഒരു പ്രോഡക്റ്റ്, ബയോമാഗ്നറ്റിക് പ്രോഡക്റ്റ് ആയിട്ട്. അതിൽ തന്നെ ഒന്ന് മാട്രസും അതേപോലെ തന്നെ വാട്ടർ പാഡും. ഈ വാട്ടർ പാഡ് നമ്മൾ കുടിക്കുന്ന പച്ചവെള്ളം തന്നെയാണ് ഇത്. ഇത് വേറെ മരുന്നോ യാതൊരുവിധ സൈഡ് എഫക്റ്റും ഉള്ളതല്ല. ഈ വെള്ളം നമുക്ക് കൃത്യമായിട്ടൊരു ക്ലസ്റ്ററിങ് നടക്കുന്നതുകൊണ്ട് മനുഷ്യ ശരീരത്തിൽ നന്നായിട്ട് എഫക്ട് ചെയ്തു. അതേപോലെ തന്നെയാണ് നമ്മളെ റിസ്റ്റ് പാഡും അതേപോലെ തന്നെ ബ്രേസ്ലെറ്റ്. ഇതാണ് നമ്മൾ പ്രധാനമായി മാർക്കറ്റ് ചെയ്യുന്ന വെൽനസ് പ്രൊഡക്റ്റിൽ ഒന്ന്. ഇനി ഒരുപാട് വെൽനസ് പ്രൊഡക്റ്റുകൾ എന്ന് പറയുന്ന സമയത്ത് നമുക്കറിയാം ആയുഷിന്റെ ആയുർവേദ, യോഗ, യുനാനി, സിദ്ധ, ഹോമിയോപ്പതി പ്ലസ് നാച്ചുറോപ്പതി യുടെ സർട്ടിഫിക്കറ്റ് കിട്ടിയ, അതേപോലെ തന്നെ ഇന്ന് ഒരുപാട് റിസൾട്ട് ഓറിയന്റ് ആയിട്ടുള്ള നമ്മൾ പക്ക പ്യുവർ ആയുർവേദ പ്രൊഡക്റ്റ് ആയിട്ടുള്ള ഒരുപാട് വെൽനസ് പ്രൊഡക്റ്റും കൂടി നമ്മൾ മാർക്കറ്റ് ചെയ്യും. അതായത് പ്രൈമറി ഫുഡാണ് നമ്മൾ മാർക്കറ്റ് ചെയ്യുന്നത്. പഴയ ആൾക്കാർക്കും ഇതിൽ ക്യാപ്സ്യൂൾ പോകുന്ന സമയത്ത് തെറ്റിദ്ധരിച്ചു പോകും ഇത് മരുന്നാണോ എന്നുള്ളത്. ഇത് യാതൊരുവിധ മരുന്നുമല്ല. ഇത് നമ്മുടെ ശരീരത്തിൽ നമുക്ക് വേണ്ടുന്ന പ്രൈമറി ആയിട്ടുള്ള ഫുഡുകളാണ് ലഭിച്ചുകൊണ്ടിരിക്കുന്ന വെൽനസ് പ്രൊഡക്റ്റാണ് നമ്മൾ മാർക്കറ്റ് ചെയ്യുന്നത്. കാരണം ഇന്ന് വെൽനസ് പ്രൊഡക്റ്റിനെ പറ്റി നമ്മൾ കൂടുതലും അറിയേണ്ടതുണ്ട്. കാരണം നമ്മുടെ ജീവിതശൈലിയിൽ വന്ന ഒരുപാട് മാറ്റങ്ങളാണ് ഇന്ന് ജീവിതശൈലി രോഗങ്ങൾ കൊണ്ട് പുറത്തു നിൽക്കുന്ന ലോകത്തിലെ നമ്പർ 1 സ്റ്റേറ്റ് എന്ന് പറയുന്നത് കേരളമാണ്. ഇന്ന് അഭ്യസിതരായ ചെറുപ്പക്കാർ ഏറ്റവും കൂടുതലുള്ള സംസ്ഥാനമായിട്ടുള്ള കേരളത്തിലാണ് ഇന്ന് ഏറ്റവും കൂടുതൽ ജീവിതശൈലി രോഗങ്ങളുള്ള ഒരു ഹബ്ബായി മാറിക്കൊണ്ടിരിക്കുന്നത് ഇന്ന് കേരളമാണ്. അതുകൊണ്ട് നമ്മൾ വെൽനസ് പ്രൊഡക്റ്റിനെ പറ്റി നമ്മൾ കൃത്യമായി മനസ്സിലാക്കണം. കാരണം ഇത് ഒരു ഓപ്പർച്യൂണിറ്റിയാണ്. ഈ ഗ്രേറ്റ് ഓപ്പർച്യൂണിറ്റി നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ നമുക്ക് ജീവിതത്തിൽ രക്ഷപ്പെടാനുള്ള എല്ലാ മാർഗങ്ങളും യാതൊരുവിധ ഇൻവെസ്റ്റ്മെന്റും ഇല്ലാതെ നമുക്ക് വളരാനുള്ള ഒരു സാഹചര്യമാണ് ഈ പ്രൊഡക്റ്റുകൾ കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. കാരണം ഇത് എല്ലാ പ്രൊഡക്റ്റുകളും എല്ലാവർക്കും ഗുണം ചെയ്യുന്ന, സൈഡായിട്ട് പ്രൈമറി ഫുഡായിട്ട് കഴിക്കാൻ പറ്റുന്ന പ്രൊഡക്റ്റുകളാണ് നമ്മൾ ഇവിടെ മാർക്കറ്റ് ചെയ്യുന്നത്. നമ്മൾ മനസ്സിലാക്കണം, ഒന്ന് വെൽനസ് പ്രൊഡക്റ്റുകളാണ്. അതേപോലെ തന്നെ വെൽനസ് പ്രൊഡക്റ്റുകൾ ഒരുപാട് കാറ്റഗറിയിൽപ്പെട്ട പ്രൊഡക്റ്റുകളുണ്ട്. അതേപോലെ തന്നെയാണ് നമ്മൾ അടുത്തത് ഹോം കെയർ, നമ്മളെ വീടുകളിൽ ഉപയോഗിക്കുന്ന പ്രൊഡക്റ്റുകൾ. നമ്മളെ വീടുകളിൽ എല്ലാവരും ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന നിത്യോപയോഗ പ്രൊഡക്റ്റ് ആയിട്ടുള്ള പ്രൊഡക്റ്റുകൾ നമ്മൾ മാർക്കറ്റ് ചെയ്യുന്നുണ്ട്. ഒരുപാട് പ്രൊഡക്റ്റുകൾ കൊണ്ട് തന്നെ സൈഡ് പോലും സമയം എടുത്തു പോകുന്നുണ്ട്. അത്രയും പ്രൊഡക്റ്റുകൾ നമ്മൾ മാർക്കറ്റ് ചെയ്യുന്നത്. ഇതെല്ലാം ലോകത്തിൽ മുഴുവൻ മാർക്കറ്റ് ചെയ്യാനുള്ള ലൈസൻസും കൂടിയാണ് നമ്മളെപ്പോലത്തെ ഓരോ സാധാരണക്കാർക്ക് കിട്ടുന്നത്. അതേപോലെ തന്നെയാണ് പേഴ്സണൽ കെയർ ആയിട്ടുള്ള സ്കിൻ കെയർ പ്രൊഡക്റ്റുകൾ. അതേപോലെ തന്നെയാണ് നമ്മുടെ വീടുകളിൽ ഉപയോഗിക്കുന്ന ഹോം കെയർ പ്രൊഡക്റ്റുകൾ. ഈ ചിത്രത്തിൽ കാണുന്ന പ്രൊഡക്റ്റുകളൊക്കെ നിങ്ങൾ വേറെ പേരിൽ കണ്ടിട്ടുണ്ടെങ്കിലും നമുക്ക് സ്വന്തമായി 10 പൈസ ഇൻവെസ്റ്റ് ചെയ്യാതെ നമുക്ക് വരുമാനം ഉണ്ടാക്കുന്ന പ്രൊഡക്റ്റുകളാണ് നമ്മളെ കമ്പനി ലീഡേഴ്സും നമുക്ക് തന്നിട്ടുള്ളത്. ഇത് നമ്മൾ കൃത്യമായി ഒന്ന് പഠിക്കുക, ഇത് കൃത്യമായി അപ്ലൈ ചെയ്യുക. അതേപോലെ തന്നെയാണ് ഇന്ന് നമുക്ക് മനസ്സിലാക്കേണ്ട കാര്യം, നമ്മളെ വീട്ടിൽ ഉപയോഗിക്കുന്ന പച്ചക്കറി, അത് നമ്മളെ വീടുകളിൽ എല്ലാ പച്ചക്കറികളൊന്നും ഇല്ലെങ്കിലും നമ്മളെ ആവശ്യത്തിന് ഈ സ്ഥലപരിമിതി കൊണ്ട് നമുക്ക് വീട്ടിലേക്ക് ഉപയോഗിക്കുന്ന പച്ചക്കറി ഉണ്ടാക്കാൻ പറ്റിയ അഗ്രികൾച്ചർ പ്രൊഡക്റ്റ്. ഇന്ന് സത്യത്തിൽ ലോകം ഏറ്റവും വലിയ സ്പന്ദനം ഉണ്ടാക്കാൻ പോകുന്ന ഒരു മേഖലയാണ് അഗ്രികൾച്ചർ. ഈ അഗ്രികൾച്ചർ മേഖല അടക്കം നമ്മളെ കമ്പനി തൊട്ടിട്ടുണ്ട്. ഇത് നമുക്ക് കൃത്യമായി ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമുക്കൊരു സ്വയം പര്യാപ്തത നേടാൻ പറ്റുന്ന ഒരു സ്റ്റേറ്റ് ആയിട്ടും രാജ്യം മാറ്റാൻ പറ്റുന്ന ഒരു കമ്പനിയും കൂടിയാണ് നമ്മളെ MR മാർക്കറ്റിംഗ്. ഇനി MR മാർക്കറ്റിംഗ് നമ്മൾക്ക് അറിയാം, നാച്ചുറൽ പ്രൊഡക്റ്റ് ആണ് കൂടുതൽ ഉപയോഗിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് വളരെ ഗുണം ചെയ്യും. ഇനി നമ്മൾ മനസ്സിലാക്കേണ്ട വെച്ചാൽ എന്ത് ചെയ്യുമ്പോൾ നമ്മൾ പറയുന്നത് നമുക്ക് എന്താണ് ഗുണം. ഏത് ബിസിനസ് ചെയ്യുമ്പോൾ ഒരു പാർട്ട് ഓഫ് ഇൻകം, ഒരു സൈഡായിട്ടുള്ള ഒരു അധിക വരുമാനം ആഗ്രഹിക്കുന്ന സമയത്ത് നമ്മളെല്ലാവരും ചോദിക്കുന്ന കാര്യമാണ് നമുക്ക് എന്താണ് ഗുണം ഉണ്ട്. ഈ നമ്മളെ കമ്പനിയിൽ ഒരു ഡിസ്ട്രിബ്യൂട്ടർ ആയി കഴിഞ്ഞാൽ അവരുടെ ഗുണം എന്ന് പറയുന്നത്, ഒന്ന് റീറ്റെയിൽ പ്രോഫിറ്റ് ഉണ്ട്, 2 ഡെയിലി പെയർ മാച്ചിങ് ഉണ്ട്, അതേപോലെ തന്നെ ഡെയിലി പെർഫോമൻസ് ബോണസ് ഉണ്ട്, അതേപോലെ തന്നെ വീക്കിലി പെർഫോമൻസ് ഉണ്ട്, മന്ത്ലി ബോണസ് ഉണ്ട്, റീപർച്ചേസിംഗ് ഉണ്ട്, അതേപോലെ തന്നെ സ്പോൺസറിങ്. ഇപ്പം ഈ ഒരു ചെറിയ ബേസിക് ആയിട്ട് തന്നെ നമുക്ക് 7ഓളം പ്രോഫിറ്റ് നമുക്ക് ഇവിടെ കിട്ടുന്നുണ്ട്. ഇനി നമ്മൾ മനസ്സിലാക്കേണ്ടത് വെച്ചാൽ ഈ MR മാർക്കറ്റിംഗ് നമുക്ക് എൻട്രി ബോക്സ് വരുന്നത് 4000 രൂപയാണ്. അതേപോലെ തന്നെ രണ്ടാമത്തെ കാറ്റഗറി വരുന്നത് 9995 പ്രൊഡക്റ്റ് ആണ്. അതേപോലെ തന്നെ മൂന്നാമത് നമ്മൾ നോക്കുകയാണെങ്കിൽ 10,499 രൂപയുടെ പ്രൊഡക്റ്റ് ഉണ്ട്, 13,100 ഉണ്ട്, 16,000 ഉണ്ട്, 17,000 ഉണ്ട്, 18,000 ഉണ്ട്, 18,500 ഉണ്ട്, 23,000 ഉണ്ട്, 25,000 ഉണ്ട്, 33,000 ഉണ്ട്, അതേപോലെ തന്നെ 25,000 ഉണ്ട്. ഇതൊക്കെ നമുക്ക് 25,000 പ്രൊഡക്റ്റ് മുതലും മേലോട്ട് നോക്കുന്ന സമയത്ത് നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ഇതിൽ അഡീഷണൽ ബെനിഫിറ്റ് കിട്ടുന്നുണ്ട്.
നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം വെച്ചാൽ നമ്മളിവിടെ ഓപ്പർച്യൂണിറ്റി എന്ന് പറയുന്ന സമയത്ത്, നമുക്കിവിടെ അവസരം എന്ന് പറയുന്ന സമയത്ത്, നമുക്ക് ഇത് ഏതെങ്കിലും ഒരു കാറ്റഗറികൾ പുറത്തുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം, ഈ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാം. ഇനി ഒരു പ്ലാൻ നോക്കുകയാണെങ്കിൽ സമയത്ത് നമ്മൾ നോക്കേണ്ട കാര്യം വെച്ചാൽ, ഏത് കമ്പനിയും ഒരു ക്രൈറ്റീരിയ എന്തായാലും നമുക്ക് വെച്ചിട്ടുണ്ടാകും. അങ്ങനെ ഒരു ക്രൈറ്റീരിയ എന്ന് പറയുന്നത്, നമ്മളെ ഓർഗനൈസേഷൻ 1-ൽ ഒരു 3000 PV യും ഓർഗനൈസേഷൻ 2-ൽ ഒരു 3000 PV യും മാച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളെ കമ്പനിയുടെ ഫസ്റ്റ് ലെവലായിട്ടുള്ള ക്രൈറ്റീരിയ നമുക്ക് മാച്ച് ചെയ്ത് അതിന് നമുക്കൊരു വെൽക്കം ബോണസായി നമുക്കൊരു 750 രൂപ നമ്മളെ അക്കൗണ്ടിലേക്ക് ക്രെഡിറ്റ് ആയിരിക്കും. നമുക്ക് 2 കട്ട് ഓഫ് ഉണ്ട്. 5 to 5 നമുക്ക് 2 കട്ട് ഓഫ് ആണുള്ളത്. അതായത് ഒരു ദിവസം തന്നെ നമുക്ക് 2 വരുമാനം തരുന്നൊരു കമ്പനിയാണ് നമ്മൾ MR മാർക്കറ്റിംഗ്. നമ്മൾ മനസ്സിലാക്കണം, നമ്മൾ ഏത് മേഖലയിൽ ജോലി ചെയ്യുന്ന സമയത്ത് നമുക്ക് ഒരു സമയം മാത്രമേ വരുമാനമുള്ളൂ. അത് മാസത്തിലായെങ്കിൽ മാസം, വീക്കിലായെങ്കിൽ വീക്കിലും. പക്ഷെ ഇവിടെ നമുക്ക് 2 കട്ട് ഓഫ് നമുക്ക് വരുമാനം തരുന്ന ഒരു കമ്പനിയാണ്. നമുക്ക് നോക്കാം, നമുക്ക് എൻട്രി ബോക്സ് നോക്കാം. ഞാൻ എല്ലാ പ്രൊഡക്റ്റുകളും ഞാൻ ഇവിടെ വെച്ചില്ല. ഞാൻ കാരണം ഒരു ബിസിനസ് എന്ന് പറയുന്ന രീതിയിൽ നമ്മൾ ഏത് പ്രൊഡക്റ്റ് ഉപയോഗിച്ച് കഴിഞ്ഞാലും നമ്മളെല്ലാവർക്കും ഗുണം ചെയ്യുന്ന ഒരു പ്രൊഡക്റ്റ് ആണ് നമ്മളെ കമ്പനി മാർക്കറ്റ്. പക്ഷേ ഇതിൻ്റെ കൂടെ തന്നെ നമുക്കൊരു സൈഡായിട്ടുള്ള ഒരു അധിക വരുമാനം, നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് എന്ന് പറയുന്ന ഈ ഒരു മേഖലയിലേക്ക് കടന്ന സ്ഥലത്ത് സൈഡായിട്ടൊരു നമുക്കൊരു സീറോ ഇൻവെസ്റ്റ്മെന്റിൽ നമുക്കൊരു ബിസിനസ് തുടങ്ങാം എന്ന രീതിയിലാണെങ്കിൽ, നമുക്ക് ആവശ്യമുള്ള പ്രൊഡക്റ്റ് ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ഈ ബിസിനസ്സിലേക്ക് എൻട്രി അടിക്കുന്നുണ്ട്. അതിന്റെ എൻട്രി ബോക്സ് ആയിട്ടുള്ള ഫസ്റ്റ് 4000 രൂപയുടെ 2 സ്റ്റെം സെൽ എടുത്തുകൊണ്ട് നമുക്ക് ഈ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാം. ഈ നമുക്ക് സ്റ്റെം സെൽ എന്ന് പറയുന്ന സമയത്ത് നമുക്ക് മനസ്സിലാക്കേണ്ടത് വെച്ചാൽ, ആന്റി ഓക്സിഡന്റ് ഒരു കലവറയാണ് സ്റ്റെം സെല്ല്. അത് കൃത്യമായിട്ട് ആർക്കെ സാർ പറഞ്ഞിട്ടുണ്ട്. ഇത് വാങ്ങിച്ചുകൊണ്ട് നമ്മളെ ആരോഗ്യത്തിനെ നിലനിർത്തിക്കൊണ്ട് നമുക്ക് ഈ ബിസിനസ് ലോകത്തിലെ മുഴുവൻ ചെയ്യാനുള്ള ഒരു അവസരം തരുന്നുണ്ട് നമുക്ക്. അങ്ങനെ വരുന്ന സമയത്ത് നമുക്ക് നോക്കിയാൽ നമുക്ക് 2 ഓർഗനൈസേഷൻ ആണുള്ളത്. ആ 2 ഓർഗനൈസേഷനിൽ നമ്മൾ ക്രൈറ്റീരിയ മാച്ച് ചെയ്തതിനു ശേഷം നമ്മൾ മനസ്സിലാക്കേണ്ട വെച്ചാൽ, ഒരു 4000 രൂപയുടെ ഓർഗനൈസേഷൻ ഫണ്ടിലും ഒരു 4000 രൂപ ഓർഗനൈസേഷൻ 2-ലും വന്നു കഴിഞ്ഞാൽ നമുക്ക് 1000 PV മാച്ച് ചെയ്യും. അങ്ങനെ മാച്ച് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഒരു കാര്യം മനസ്സിലാക്കിയാൽ മതി, ഇത് 2 പേരും, ഈ ഓർഗനൈസേഷൻ 1-ലാണ് ഞാൻ സ്പോൺസർ ചെയ്താണെങ്കിൽ, ഓർഗനൈസേഷൻ 2-ലാണ് ഞാൻ സ്പോൺസർ ചെയ്യുകയാണെങ്കിൽ, നമുക്ക് അതിന് 500 വെച്ച് 1000 രൂപ നമുക്ക് കമ്പനി അയച്ചു. അതിനു പുറമെ ഇതിന്റെ മാച്ചിങ് PVക്ക് നമുക്ക് മനസ്സിലാക്കേണ്ട വെച്ചാൽ, മാച്ചിങ് PV എന്ന് പറയുന്ന സമയത്ത് ഒരു PV എന്ന് പറയുന്ന സ്ഥലത്ത് 0.33. അങ്ങനെയാണെങ്കിൽ 1000 ഇൻറ്റു 1000 പ്ലസ് 1000 ഈക്വൽ ടു 2000. 2000 ഇൻറ്റു 0.33 ഈക്വൽ ടു 660 രൂപ. അതായത് നമ്മൾ മനസ്സിലാക്കേണ്ട വെച്ചാൽ, ഞങ്ങൾ നേരിട്ട് സ്പോൺസർ 2 പേരെ ചെയ്ത് കഴിഞ്ഞാൽ ആ മോർണിംഗ് നമ്മളെ വരുമാനം കിട്ടാൻ പോകുന്നത്, ആ ദിവസം വരുമാനം എന്ന് പറയുന്നത്, ഒരു കട്ട് ഓഫിലെ വരുമാനം എന്ന് പറയുന്നത് 1660 രൂപയാണ്. നമ്മൾ മനസ്സിലാക്കണം, വളരെ ഇങ്ങനെയൊരു വരുമാനം എന്ന് പറയുന്നത് നമുക്ക് ഒരിക്കലും ചിന്തിക്കാൻ പറ്റില്ല. ഇന്ന് എനിക്കൊരു അഭിമാനത്തോടെ പറയാൻ പറ്റുന്നത്, നിങ്ങൾ ഏത് കമ്പനി ആയിക്കോട്ടെ, ഏത് നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് കമ്പനി ആയിക്കോട്ടെ, നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം എന്ന് പറയുന്നത്, നമ്മൾ ഏത് കമ്പനിയിൽ പോകുന്ന സമയത്ത് നമ്മൾ പാർട്ട് ഓഫ് ഇൻകം, ഒരു സൈഡായിട്ട് അധിക വരുമാനത്തിൽ പോകുന്ന ആളാണെങ്കിൽ, നമ്മളെ കമ്പനിയുടെ പ്ലാന് നിങ്ങൾ ഇന്ന് ഇന്ത്യയിൽ പ്രവർത്തിക്കുന്ന മുഴുവൻ കമ്പനികളെ വെച്ച് കഴിഞ്ഞാൽ ഞാൻ പറയും, ഒരു സംശയവും വേണ്ട, ഇത്രയും ഈസി ആയിട്ടുള്ള പ്ലാനും ഇത്രയും ഈസി ആയിട്ടുള്ള പ്രൊജക്റ്റും ഇത്ര ഈസി ആയിട്ട് വരുമാനം കിട്ടുന്ന ഒരു കമ്പനിയും ഇന്ന് ഇന്ത്യയിലില്ല. ദാറ്റ് ഈസ് ഓൺലി ഒറ്റ കമ്പനിയുള്ളൂ, അത് MR മാർക്കറ്റിംഗ് മാത്രമേ ഉള്ളൂ. അത് യാതൊരു സംശയം വേണ്ട, നിങ്ങളൊന്ന് എല്ലാ പ്ലാനും ഒന്ന് കമ്പയർ ചെയ്യും. ഇനി അടുത്ത എന്ന് പറയുന്നത് മിനി എക്സ്പ്ലോർ എന്ന് പറയുന്ന സമയത്ത് 9995 പ്രൊഡക്റ്റ് ആണ്, ഒരു ബ്ലാങ്കറ്റ് ആണ്. ഇത് വാങ്ങിക്കഴിഞ്ഞു കഴിഞ്ഞാലും നമുക്ക് എൻട്രി അടിക്കാം. അങ്ങനെ അടിക്കുന്ന സമയത്ത് ഈ പറയുന്ന പോലെ തന്നെ ഓർഗനൈസേഷൻ 1-ലും ഓർഗനൈസേഷൻ 2-ലും 9995 മാച്ച് ചെയ്യുന്ന സമയത്ത് 3000 PV മാച്ചിങ് വരും. ഈ 3000 PV മാച്ചിങ് വരുന്ന സമയത്ത് ഇത് ഞാൻ സ്പോൺസർ ചെയ്താണെങ്കിൽ എനിക്ക് 750 രൂപ ഓർഗനൈസേഷൻ 1-ലും 750 രൂപ ഓർഗനൈസേഷൻ 2-ലും, അതായത് വീക്ക്, ഒരാഴ്ച കൊണ്ടാണ് ഈ സ്പോൺസർ ചെയ്യുന്നതെങ്കിൽ എനിക്ക് 1500 രൂപ എനിക്ക് എന്ത് കിട്ടും, ഇൻകം കിട്ടും. അതിന് പുറമെ അതിന്റെ മാച്ചിങ് PV ആയിട്ട് 3000 പ്ലസ് 3000 ഈക്വൽ ടു 6000. 6000 ഇൻറ്റു 0.33 ഈക്വൽ ടു 1980 രൂപയും നമ്മൾ 1500 നേടിയത്. ആ കട്ട് ഓഫിലെ വരുമാനം എന്ന് പറയുന്നത് 3480 രൂപയാണ് നമ്മളെ വരും. ഒരു കട്ട് ഓഫിലെ വരുമാനം ഞാൻ പറയും. നമ്മൾ മനസ്സിലാക്കണം, നമ്മൾ ഇന്ന് ഒരുപാട് പേര് ഒരുപാട് മേഖലയിൽ വർക്ക് ചെയ്യുന്നുണ്ട്. ആ വർക്ക് ചെയ്ത മേഖലയിൽ കിട്ടുന്ന വേതനം എന്ന് പറയുന്ന സമയത്ത് നമുക്ക് മാസം കിട്ടുന്ന വരുമാനം, ഇവിടെ നമ്മൾ ആത്മാർത്ഥമായി നമ്മളെ കമ്മ്യൂണിറ്റി അല്ലെങ്കിൽ നമ്മളെ ഫ്രണ്ട്സ് ആൻഡ് റിലേറ്റീവ്സ്, നമ്മളെ ബന്ധങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു മേഖലയാണ് നെറ്റ്വർക്ക് മാർക്കറ്റ്. അവസരങ്ങൾ നമുക്ക് ഒരുപാട് കിട്ടുമെങ്കിലും ആ അവസരങ്ങൾ ഉപയോഗിക്കുന്നവരാണ് ജീവിതത്തിൽ നിന്ന് സക്സസ്ഫുൾ പേഴ്സണായി മാറിയിട്ടുള്ളത്. നമ്മൾ ഒരു ഏറ്റവും വലിയ, ഞാൻ ഏറ്റവും കൂടുതൽ മാർക്കറ്റ് ചെയ്യുന്ന 2 പൊട്ട ഒന്നാണ് 10,499. ഞാനൊരു ബിസിനസ് എന്ന് പറയുന്നതിന് ഉപരി
ഞാൻ കൊടുക്കുന്ന സമയത്ത് അവർക്ക് ഞാൻ കൊടുക്കുന്ന ആൾക്ക് ഉപകാരപ്പെടുന്ന ഒരു പ്രൊഡക്റ്റ് ആണെന്ന് മനസ്സിലാക്കിക്കൊണ്ടായിരിക്കണം ഞാൻ 10,499 സെലക്ട് ചെയ്തിട്ടുണ്ടാകുക. ഇതിൽ നമുക്ക് കൃത്യമായി നമുക്ക് ഒരു സിംഗിൾ മാട്രസ് ഉണ്ട്, അതേപോലെ തന്നെ ഒരു ബ്രേസ്ലെറ്റ് ഉണ്ട്, ഒരു വാട്ടർ പാഡ് ഉണ്ട്, അതേപോലെ തന്നെ ഒരു ഹാൻഡ് ബെൽറ്റ് ഉണ്ട്, ഒരു പില്ലോ പാഡ്. ഇത്രയും ഒരു കിറ്റായ ഒരു ബാഗിൽ നമ്മൾ കൊടുക്കുന്ന സമയത്ത് ആ 10,499 എന്ന് പറയുന്ന സമയത്ത് ഒരു വ്യക്തിക്ക് ഏറ്റവും ജീവിതത്തിൽ വൺ ടൈം പർച്ചേസ് കൊണ്ട് ലൈഫ് ടൈം പ്രോഫിറ്റും ലൈഫ് ടൈം ഹെൽത്തും കിട്ടുന്ന ഒരു പ്രൊഡക്റ്റ് ആണ് സത്യത്തിൽ 10,499 പ്രൊഡക്റ്റ് സ്റ്റാർട്ട് ചെയ്തത്. ഇത് നമ്മൾ പ്രൊമോട്ട് ചെയ്യുന്ന സമയത്ത് ഇതേപോലെ തന്നെ ഓർഗനൈസേഷൻ 1-ൽ ആ ഒരു 10,499 10,499 ഓർഗനൈസേഷൻ 2-ൽ വന്നു കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന PV എന്ന് പറയുന്നത് 3,500 PV പ്ലസ് 3,500 PV. ഇത് ഈ 3,500 PVക്ക് നമ്മൾ ഡയറക്റ്റ് സ്പോൺസർ ചെയ്യുകയാണെങ്കിൽ ഒരാഴ്ച വിത്തിൻ 7 ഡേയ്സിനുള്ളിൽ നമ്മൾ സ്പോൺസർ ചെയ്യുകയാണെങ്കിൽ നമുക്ക് അതിന് 750 പ്ലസ് 750 1,500 രൂപ സ്പോൺസറിങ്ങും, അതേപോലെ തന്നെ 3,500 ഇൻറ്റു 3,500 പ്ലസ് 3,500 ഈക്വൽ ടു 7,000 ഇൻറ്റു 0.33 ഈക്വൽ ടു 2,310 രൂപ നമ്മൾ പെയർ മാച്ചിങ് പോകും. അപ്പൊ ടോട്ടൽ നമ്മൾ ഇൻകം എന്ന് പറയുന്നത് ആ ഒരു കട്ട് ഓഫിൽ 3,810 രൂപയാണ് നമുക്ക് ആ കട്ട് ഓഫിൽ നമുക്ക് കിട്ടിയ വരുമാനം. നമ്മൾ മനസ്സിലാക്കണം, നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് എന്ന് പറയുന്ന ഒരു സിസ്റ്റമാറ്റിക് ആയിട്ട് കൊണ്ടുവന്ന മേഖലയാണ്. ഇനി ഞാൻ ഒരുപാട് പ്രൊഡക്റ്റുകൾ അങ്ങോട്ട് പറയുന്നില്ല, കാരണം നമുക്ക് സമയപരിമിതി ഉണ്ട്. മറ്റുള്ള പ്രൊഡക്റ്റുകളിൽ നിങ്ങളെ അപ്ലൈൻ ലീഡേഴ്സിനോട് നിങ്ങൾ ചോദിച്ച് മനസ്സിലാക്കുക. ഇതിന്റെ ഇടയിൽ വരുന്ന ഒരുപാട് കാറ്റഗറി ഉണ്ട്. പക്ഷെ ഞാനൊരു ബിസിനസ് ഓപ്പർച്യൂണിറ്റി മാത്രം, ഞാനൊരു ബിസിനസ്, അതായത് ഞാൻ എനിക്ക് വേണ്ടി ഉപയോഗിക്കുന്ന പ്രൊഡക്റ്റ് വാങ്ങിക്കൊണ്ട് എനിക്ക് ലോകത്തിൽ മുഴുവൻ ബിസിനസ് ചെയ്യാനുള്ള ഒരു അവസരം എന്ന രീതിയിലാണെങ്കിൽ നിങ്ങൾ ഓപ്പർച്യൂണിറ്റി, നിങ്ങൾക്ക് യാതൊരുവിധ രൂപ പോലും ഇൻവെസ്റ്റ്മെന്റ് നോക്കുകയാണെങ്കിൽ നിങ്ങൾ സെലക്ട് ചെയ്യേണ്ട ഏറ്റവും, അതായത് ഞങ്ങൾ കൊടുക്കുന്ന വ്യക്തിക്ക് ഗുണം ചെയ്യുന്ന രീതിയിലാണെങ്കിൽ നിങ്ങൾ ഏറ്റവും സെലക്ട് ചെയ്യേണ്ടത് അടുത്ത പ്രൊഡക്റ്റ് 18,500 പ്രൊഡക്റ്റ്. ഇതിൽ എന്താ ഗുണം വെച്ചാൽ ഒരു ഫാമിലിയിൽ 2 പേർക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന പ്രൊഡക്റ്റാണ്. അത് കൃത്യമായി മനസ്സിലാക്കേണ്ടത് വെച്ചാൽ ഒരു ഭാര്യ ഭർത്താവ് അല്ലെങ്കിൽ അച്ഛനമ്മ എന്ന് നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു ഫാമിലിയായി ഉപയോഗിക്കാനുള്ള ഒരു പ്രൊഡക്റ്റ് ആണ് നമ്മളെ 18,500 രൂപയ്ക്ക്. നമ്മൾ മനസ്സിലാക്കേണ്ട 10,499 എന്ന് പറഞ്ഞ സമയത്ത് നമുക്ക് 21,000 അടുത്ത് വരുന്നുണ്ട്. പക്ഷെ ആ പ്രൊഡക്റ്റ് നമുക്ക് വരുന്നത് ഡിസ്കൗണ്ട് കഴിച്ച് നമുക്ക് 18,500 രൂപയ്ക്ക് നമുക്ക് ഈ പ്രൊഡക്റ്റ് കിട്ടും. എല്ലാം രണ്ടിതാണ് നമ്മൾ നേരത്തെ കാണിച്ച 10,400 പ്രൊഡക്റ്റിനോട് എല്ലാം ഓരോ പ്രൊഡക്റ്റ് അഡീഷണൽ ആയിട്ടുണ്ടാവും. ഇതിന്റെ ബെനിഫിറ്റ് നോക്കുകയാണെങ്കിൽ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഓർഗനൈസേഷൻ 1-ൽ ഒരു 18,500 രൂപയുടെ പ്രൊഡക്റ്റ് വാങ്ങുകയാണെങ്കിൽ അതിന് 7,500 PV വരും. അതേപോലെ തന്നെ ഓർഗനൈസേഷൻ 2-ൽ നമുക്ക് ഒരു 18,500 പ്രൊഡക്റ്റിന് 7,500 PV വരും. ഇതിൽ ഡയറക്റ്റ് ഞാൻ സ്പോൺസർ ചെയ്തതാണെങ്കിൽ എനിക്ക് സ്പോൺസറിംഗ് ആയി 1,000 രൂപയാണ് ഒരു സ്പോൺസറിംഗ് കിട്ടാൻ പോകുന്നത് വിത്തിൻ 7 ഡേയ്സ് ഉള്ളിലാണ്. അങ്ങനെയാണെങ്കിൽ ഓർഗനൈസേഷൻ 1-ൽ 1,000, ഓർഗനൈസേഷൻ 2-ൽ 1,000, 2,000 രൂപ അഡീഷണൽ ആയിട്ട് ഇൻകം സ്പോൺസറിംഗും കിട്ടി. അതേപോലെ തന്നെ മാച്ചിങ് PV എന്ന് പറയുന്ന സമയത്ത് നമുക്ക് മനസ്സിലാക്കേണ്ടത് 7,500 പ്ലസ് 7,500 15,000 PV ഇൻറ്റു 0.33 ഈക്വൽ ടു 4,950 രൂപയാണ് നമുക്ക് ആ ഒരു മാച്ചിങ് PV കിട്ടുന്നത്. ടോട്ടലി ഇൻകം നമുക്ക് 6,950 രൂപയാണ് ഒരു കട്ട് ഓഫ് ഇൻകം. നമ്മൾ മനസ്സിലാക്കണം, ഇത്രയും നല്ലൊരു അവസരമാണ് നമ്മളെ കൈ കിട്ടുന്നത്. ഇനി നമുക്ക് ഒരുപാട് അഡീഷണൽ ഇൻകം എന്ന് പറയുന്ന സമയത്ത് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം വെച്ചാൽ ഇനി നമുക്ക് ഡെയിലി പെർഫോമൻസ് ബോണസ്. നെറ്റ്വർക്ക് മാർക്കറ്റിംഗിന്റെ സാധ്യത എന്ന് പറയുന്നത് മാൻ മൾട്ടിപ്ലിക്കേഷൻ ആണ്. വർക്കിംഗ് അവർ മൾട്ടിപ്ലൈ ചെയ്യുക. അതായത് ഞാൻ ഒറ്റയ്ക്ക് ജോലി ചെയ്യുന്ന സമയത്ത് എനിക്ക് 8 മണിക്കൂറാണെങ്കിൽ എൻ്റെ വീട്ടിൽ ഒരു 10 പേരോ 100 പേരോ ആണെങ്കിൽ ആ ഒരു ദിവസം വർക്കിംഗ് അവർ മൾട്ടിപ്ലൈയിലാണ് നമ്മളെ നെറ്റ്വർക്ക് മാർക്കറ്റിംഗിന്റെ യഥാർത്ഥ പ്രാധാന്യം. അതിന് പുറമെ പാസീവ് ഇൻകം. നാളെ നമ്മൾ വീട്ടിൽ എന്തെങ്കിലും അസുഖം പഠിച്ച് വീട്ടിൽ ഇരുന്ന് പോയി കഴിഞ്ഞാൽ പോലും നമുക്ക് വരുമാനം കിട്ടുന്ന ഒരു മേഖലയാണ് നെറ്റ്വർക്ക് മാർക്കറ്റിംഗ്. അതേപോലെ തന്നെയാണ് നോമിനി ഫെസിലിറ്റി. നാളെ ഈ ഭൂമിയിൽ നിന്ന് നമ്മൾ ഇല്ലെങ്കിൽ പോലും നമ്മളെ നോമിനി ഒരിക്കലും കഷ്ടപ്പെട്ടുപോല, അവർക്ക് കിട്ടുന്ന ഒരു വരുമാനമാണ്. അതിന് നമ്മൾ ചെയ്യേണ്ടത് ലീഡേഴ്സ് ക്രിയേഷൻ ആണ്. അങ്ങനെ നമ്മളൊരു സിസ്റ്റമാറ്റിക് ആയി ഇതൊരു സീരിയസ് ആയി ഏറ്റെടുക്കുന്ന സമയത്ത് നമുക്ക് ഈ കമ്പനി നമുക്ക് ഡെയിലി പെർഫോമൻസ് ഉണ്ട്. മത്സര ബുദ്ധിയോടുകൂടി നമ്മൾ ഈ MR മാർക്കറ്റിംഗ് ഏറ്റെടുത്തു കഴിഞ്ഞതിന് ഡെയിലി 2 സെയിൽ ഓർഗനൈസേഷൻ 1-ലും 2 സെയിൽ ഓർഗനൈസേഷൻ 2-ലും വരികയാണെങ്കിൽ ടീം മുഖാന്തരം അല്ലെങ്കിൽ നമ്മൾ പേഴ്സണലി എടുക്കുകയാണെങ്കിൽ അഡീഷണൽ ആയി നമുക്ക് ഒരു 1,000 രൂപ നമുക്ക് എക്സ്ട്രാ നമുക്ക് ക്രെഡിറ്റ് ചെയ്യും. ഇത് ഞാൻ വാങ്ങിയിട്ടുണ്ട്. തുടക്കത്തിൽ തന്നെ ഞാൻ ഈ 2 സെയിൽ അടിച്ച് വാങ്ങിയിട്ടുണ്ട്. 2-3 പ്രാവശ്യം എനിക്ക് മാച്ചിങ് ആക്കിയിട്ടുണ്ട്. ഞാൻ ഡെയിലി പെർഫോമൻസ് വാങ്ങിയിട്ടുണ്ട്, തുടങ്ങിയിട്ടേ ഉള്ളൂ. അതേപോലെ തന്നെ 4 സെയിൽ ഓർഗനൈസേഷൻ 1-ലും 4 സെയിൽ ഓർഗനൈസേഷൻ 2-ലും വന്നു കഴിഞ്ഞാൽ നമുക്ക് 3,000 രൂപ നമുക്ക് അഡീഷണലി മാച്ചിങ് പെയറിന് പുറമെയാണ് നമുക്ക് കിട്ടുന്നത്. അതേപോലെ തന്നെ 8 സെയിൽ ഓർഗനൈസേഷൻ 1-ലും 8 സെയിൽ ഓർഗനൈസേഷൻ 2-ലും വന്നു കഴിഞ്ഞാൽ നമുക്ക് അഡീഷണലി കിട്ടുന്നത് 5,000 രൂപയാണ്. നമ്മൾ മനസ്സിലാക്കണം, ഡെയിലി നമ്മൾ മത്സരിച്ച്
ബിസിനസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അഡീഷണൽ ആയി കിട്ടുന്ന വരുമാനമാണ്. അതേപോലെ തന്നെ 10 സെയിൽ 1-ലും 10 സെയിൽ 2-ലും വന്നു കഴിഞ്ഞാൽ നമുക്ക് അന്നത്തെ ആ ഒരു കട്ട് ഓഫിൽ നമുക്ക് കിട്ടുന്നത് 7000 രൂപയാണ് അഡീഷണൽ ഇൻകം. സത്യത്തിൽ ഇങ്ങനെയൊരു പ്ലാൻ കേട്ടപ്പോൾ തന്നെ എന്നെ കിളി പോയതാ. ഇങ്ങനെയൊരു പ്ലാൻ ഇന്ന് ഒരു കമ്പനിക്കും വെക്കാനും പറ്റില്ല. അത്രയും നല്ലൊരു വിഷനോട് കൂടിയുള്ള ഒരു പ്ലാനാണ്. അതേപോലെ തന്നെ നമ്മൾ മനസ്സിലാക്കുന്നത് വെച്ചാൽ നമുക്ക് ഏതൊരു മേഖലയിലും പ്രൊമോഷൻ. ഇവിടെ നമുക്ക് പ്രൊമോഷൻ എന്ന് പറയുന്നത് സെയിൽസ് ഹെഡ് എന്ന് പറയുന്ന ആ ഒരു പ്രൊമോഷൻ. ഇതിൽ നമുക്ക് പറയാം ഒരു 3 സ്പോൺസർ ഓർഗനൈസേഷൻ 1-ലും ഒരു 3 സ്പോൺസർ ഓർഗനൈസേഷൻ 2-ലും, അതായത് ഒരു 15,000-ന്റെ പാക്കേജിൽ വരികയാണെങ്കിൽ നമുക്ക് നമ്മൾ സെയിൽസ് ഹെഡ് എന്ന് പറയുന്ന ആ ഒരു റാങ്കിലേക്ക് എത്തും. ആ സമയത്ത് നമുക്ക് കിട്ടുന്ന ആ ഒരു 5000 രൂപ SP സെയിൽസ് പ്രൊമോട്ടാണ് നമ്മൾ ആദ്യത്തെ റാങ്ക്. ആ സെയിൽസ് പ്രൊമോട്ടിൽ നിന്നും നമ്മൾ SH-ലേക്ക് മാറുവാണെങ്കിൽ നമുക്ക് ആ 4,950 കിട്ടുന്ന സമയത്ത് നമുക്ക് ഇവിടെ കിട്ടാൻ പോകുന്ന വരുമാനം എന്ന് പറയുന്നത് 7,500 രൂപയാണ് നമുക്ക് കിട്ടാൻ. മന്ത്ലി ഇൻകം നമുക്കറിയാം 2 ലക്ഷം റീപർച്ചേസ് സെയിലിൽ നമുക്ക് വലിയൊരു ഇൻകം തന്നെയാണ് നമ്മളെ കമ്പനി നമുക്ക് തന്നിട്ടുള്ളത്. അതേപോലെ തന്നെ ഡെയിലി പെർഫോമൻസ്, ആ ഡെയിലി പെർഫോമൻസ് SH-ലേക്ക് വരുന്ന സമയത്ത് മാറ്റം എന്ന് പറഞ്ഞാൽ 2 സെയില് മാച്ച് ചെയ്ത് കഴിഞ്ഞാൽ 1000 രൂപയാണ്. പക്ഷെ 4 സെയില് മാച്ച് ചെയ്ത സമയത്ത് നമ്മളെ ഇൻകം മാറി 4000 രൂപയായി. അതേപോലെ തന്നെ 8 സെയില് മാച്ച് ചെയ്യുന്ന സമയത്ത് നമുക്ക് ആ ഇൻകം മാറിയിട്ട് 6000 രൂപയായി. അത് 10 സെയിലാവുന്ന സമയത്ത് നമുക്ക് 9000 രൂപ. ഒരുപാട് വരുമാനങ്ങൾ നമ്മൾ വാരിക്കോരി കൊടുക്കുന്നുണ്ട്. എല്ലാ വരുമാനവും നമ്മൾ സിസ്റ്റമാറ്റിക് ആയിട്ട് പഠിക്കാൻ തയ്യാറാവുക. അതേപോലെ തന്നെ നമുക്ക് അടുത്തൊരു ഇൻകമാണ് വീക്കിലി ബോണസ്. അതായത് വീക്കിലി ബോണസ് എന്ന് പറയുന്ന സമയത്ത് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം ഒരു ഓർഗനൈസേഷൻ 1-ല് ഓർഗനൈസേഷൻ 2-ലും വീക്കിലി എൻഡ്, അതായത് നമ്മൾ സൺഡേ ടു സൺഡേ ആണ് നമ്മളെ വീക്കിലി എൻഡ് വരുന്നത്. ആ വീക്കിലി എൻഡിങ്ങിൽ നമ്മളെ ഓർഗനൈസേഷൻ 1-ൽ ഒരു 30,000 PV-യും ഓർഗനൈസേഷൻ 2-ൽ 30,000 PV-യും മാച്ച് ചെയ്ത് കഴിഞ്ഞാൽ, ടീം മുഖാന്തരം മാച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അതിന്റെ 10% കമ്മീഷൻ 3000 രൂപ നമുക്ക് അക്കൗണ്ടിലേക്ക് അഡീഷണലി ക്രെഡിറ്റ് ചെയ്യും. ടീം വലുതാക്കാൻ ശ്രമിക്കും തോറും നമ്മളെ വർക്കിംഗ് അവർ കൂടും. അങ്ങനെ കൂടുന്ന സമയത്ത് നമുക്ക് 70,000 PV ഓർഗനൈസേഷൻ 1-ലും 70,000 PV ഓർഗനൈസേഷൻ 2-ലും മാച്ച് ചെയ്ത് കഴിഞ്ഞാൽ ആ വീക്കെൻഡിൽ നമ്മളെ 12% 8,400 രൂപ നമുക്ക് അഡീഷണലി നമുക്ക് അയച്ചു തരും. ഈ മാച്ചിങ് PV-ക്ക് പുറമെ അതേപോലെ തന്നെ ഡെയിലി PV-ക്ക് പുറമെ നമ്മളെ വീക്കിലി ബോണസ് ആണ് നമുക്ക് കിട്ടുന്നത്. ഇനി 1,75,000 ഒരു ടീമിനൊക്കെ നന്നായിട്ട് റൺ ചെയ്ത് നല്ല ലീഡേഴ്സിനൊക്കെ ക്രിയേറ്റ് ചെയ്ത് നമ്മൾ നല്ല പെർഫോമറായി മാറുന്ന സമയത്ത് നമുക്ക് ടീമിൽ വലിയ സെയിൽ നടക്കും. അങ്ങനെ സെയിൽ നടക്കുന്ന സമയത്ത് ഓർഗനൈസേഷൻ 1-ൽ 1,75,000, ഓർഗനൈസേഷൻ 2-ൽ 1,75,000 മാച്ച് ചെയ്യുകയാണെങ്കിൽ അതിന്റെ 15% കമ്മീഷൻ ആയിട്ടുള്ള 26,250 രൂപ നമ്മളെ കൈക്ക് നമ്മൾ മനസ്സിലാക്കണം. ഇനി 3,50,000 PV 1-ലും 3,50,000 PV 2-ലും വന്നു കഴിഞ്ഞാൽ അതിന്റെ 18% 63,000 രൂപയാണ് ആ വീക്കെൻഡിൽ നമുക്ക് കിട്ടാൻ. അതേപോലെ തന്നെ 7 ലക്ഷം PV 1-ലും 7 ലക്ഷം PV 2-ലും ആണെങ്കിൽ ആ വീക്കിലി ഇൻകം എന്ന് പറയുന്നത് അതിന്റെ 20% 1,40,000 രൂപയാണ് അഡീഷണലി പെർഫോമൻസ് ആയിട്ട് നമുക്ക് വാങ്ങാൻ പറ്റുന്നത്. ഈ ഒരു വരുമാനം കണ്ടിന്യൂ നമുക്ക് കിട്ടാൻ മാക്സിമം നിങ്ങൾ ഒരു 6, 7, 8 മാസം നിങ്ങൾ ആത്മാർത്ഥമായി പഠിക്കാനും കൂടെ നിന്ന് പ്രവർത്തിക്കാനും നിങ്ങൾ ശ്രമിച്ചാൽ MR മാർക്കറ്റിൽ നിങ്ങൾക്ക് വാങ്ങാൻ പറ്റുന്നതേ ഉള്ളൂ. ഇനി അതേപോലെ തന്നെ റീപർച്ചേസ് പ്ലാൻ നമുക്ക് നോക്കാം. അതിന് ബിസിനസ് വോളിയമാണ്. ഇതൊക്കെ നമ്മൾ കൃത്യമായി നിങ്ങൾ എന്ത് ചെയ്യണം, ഇത് കൃത്യമായി പ്ലാനൊക്കെ നിങ്ങൾ വിശദമായിട്ട് പഠിക്കണം. സമയത്തിന്റെ പരിമിതി കൊണ്ട് നമ്മൾ ഒന്ന് ഓടിച്ചു പോകുന്നേ ഉള്ളൂ. അതുകൊണ്ട് നിങ്ങൾ കൃത്യമായി ഇങ്ങനെയൊരു വരുമാനമൊക്കെ ഇവിടുന്ന് കൊടുക്കുന്നുണ്ട്, അത് എങ്ങനെ വാങ്ങാൻ പറ്റും, ഇതിന്റെ സാധ്യത എന്തൊക്കെ നിങ്ങൾ വിശദമായിട്ട് പഠിക്കാൻ തയ്യാറാണ്. കാരണം അറിവെന്ന് പറയുന്നത് ഏത് രക്തത്തെക്കാൾ അമൂല്യമുള്ളതാണ്. അതുകൊണ്ട് നമ്മൾ അറിവ് നേടിയെടുക്കുന്ന സമയത്ത് ഓട്ടോമാറ്റിക്കലി നമുക്ക് വിജയം കൈവരിക്കാൻ പറ്റും. അതേപോലെ തന്നെ റീപർച്ചേസ് പ്ലാനിൽ നമ്മൾ മനസ്സിലാക്കേണ്ട വെച്ചാൽ ഓർഗനൈസേഷൻ 1-ൽ ഒരു 1000 BV ബിസിനസ് വോളിയം വന്നു കഴിഞ്ഞാൽ, ഓർഗനൈസേഷൻ 2-ൽ ഒരു 1000 BV ബിസിനസ് വോളിയം വന്നു കഴിഞ്ഞാൽ നമുക്ക് ആ റീപർച്ചേസിംഗ് ആയിട്ടുള്ള 200 രൂപ നമുക്ക് കിട്ടും. അതേപോലെ തന്നെ ഒരു 10,000 BV 1-ലും 10,000 BV 2-ലും വന്നു കഴിഞ്ഞാൽ നമുക്ക് അതിന്റെ മാച്ചിങ് പീരിയഡിൽ 2,000 രൂപ നമുക്ക് ക്രെഡിറ്റ് ആവും. അതേപോലെ തന്നെ 50,000 ബിസിനസ് വോളിയം 1-ലും 50,000 ബിസിനസ് വോളിയം 2-ലും വന്നു കഴിഞ്ഞാൽ നമുക്ക് 10,000. ഇത് അൺലിമിറ്റഡ് ഇൻകം ആണ്. ഇതിന് യാതൊരുവിധ ലിമിറ്റേഷനും ഇല്ല. അതുകൊണ്ട് ഇത് നമ്മൾ കൃത്യമായിട്ട് പഠിക്കുക. ഇനി യൂസർ ബെനിഫിറ്റ് എന്ന് പറയുന്ന സമയത്ത് നമ്മൾ മനസ്സിലാക്കേണ്ടത് വെച്ചാൽ 20% ഫ്ലാറ്റ് ഓഫ് എവരി പ്രൊഡക്റ്റ്, അതായത് നമ്മളെ തന്നെ സ്വന്തമായി നമ്മളെ വീട്ടിലേക്ക് ആവശ്യമായ പ്രൊഡക്റ്റുകൾ ഒരു 1, 2, 3 മാസം 2,500 രൂപ വെച്ച് നമ്മൾ വാങ്ങാൻ തയ്യാറായി കഴിഞ്ഞാൽ
നാലാമത്തെ മാസം ആ 2500 പ്രൊഡക്റ്റ് നമുക്ക് 1 രൂപ കൊടുത്തോണ്ട് നമുക്ക് ഫ്രീ ആയിട്ട് കിട്ടും. 1 രൂപക്ക് നമുക്ക് കിട്ടും. ഇനി അതേപോലെ തന്നെ ഇതിന്റെ മാച്ചിങ് ബി വിക്ക് നമുക്ക് 10% ക്യാഷ് ബാക്ക് ഉണ്ട്. ഈ ഒരുപാട് അവസരമാണ് നമുക്ക് തന്നിട്ടുള്ളത്. എന്നാലും ഇതിൽ ഒരുപാട് പ്ലാനുകൾ ഇനിയും നമുക്ക് ബെനിഫിറ്റുകൾ പഠിക്കാനുണ്ട്. എല്ലാം നമ്മൾ ഒരുമിച്ച് പഠിച്ചിട്ട് നമുക്ക് കാര്യമില്ലാത്തതുകൊണ്ടും നിങ്ങൾ കൃത്യമായിട്ട് ഈ ബിസിനസ് ഏറ്റെടുക്കാൻ, ഈ ഓപ്പർച്യൂണിറ്റിയിലൂടെ നിങ്ങൾക്ക് വലിയ വലിയ നേട്ടങ്ങൾ ഉണ്ടാക്കാൻ പറ്റുമെന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കി തുടങ്ങിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് വലിയ നേട്ടങ്ങൾ നേടാം. അതിന് നമുക്കറിയാം ഇന്ന് എൻഡയർ, അതേപോലെ തന്നെ ഇത് നമ്പർ 1 ഓർഗനൈസേഷൻ ഇൻ എൻഡയർ MR മാർക്കറ്റിംഗ്. നമ്മൾ മനസ്സിലാക്കേണ്ട വെച്ചാൽ നമ്മളെ ഒരു വിജയം എന്ന് പറയുന്നത് എല്ലാവർക്കും കിട്ടുന്നതല്ല. ഒരു ചങ്കൂറ്റത്തോടുകൂടെ ഒരു പറ്റം ആൾക്കാരെ വിജയിപ്പിക്കുമെന്ന് തീരുമാനമെടുത്തിട്ടുള്ള ഒരു വലിയൊരു ഓർഗനൈസേഷനാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. നമ്മളെ സൗത്ത് ഇന്ത്യൻ ടീം SIT എന്ന് പറയുന്ന ഒരു വലിയൊരു ഓർഗനൈസേഷനാണ് നമ്മൾ ലീഡ് ചെയ്യുന്നത്. അതുകൊണ്ട് നമ്മളൊക്കെ ഈ സൗത്ത് ഇന്ത്യൻ ടീമിനോട് നമ്മൾ MR മാർക്കറ്റിംഗ് ശക്തമായി ഏറ്റെടുത്തുകൊണ്ട് വല്ല ശക്തമായ നിലപാടുകൂടി ഉറച്ച വിശ്വാസത്തോടുകൂടി നിങ്ങൾ അപ്ലൈ ലീഡേഴ്സിനൊക്കെ നിങ്ങൾ ഈ ബിസിനസ്സിലേക്ക് കൊണ്ടുവന്ന നിങ്ങൾ അപ്ലൈ ലീഡേഴ്സിനെ നിങ്ങൾ ബ്ലൈൻഡായി വിശ്വസിച്ചുകൊണ്ട് നിങ്ങൾക്ക് വലിയ വലിയ നേട്ടങ്ങളും വലിയ വലിയ സ്വപ്നങ്ങളും ഉണ്ടെങ്കിൽ അത് നേടിയെടുക്കാൻ വെറും 1 ഇയർ അല്ലെങ്കിൽ 2 ഇയർ എന്ന് പറയുന്ന രീതിയിലേക്ക് നിങ്ങൾ ഗോൾ സെറ്റ് ചെയ്ത് പോയാൽ നിങ്ങൾക്ക് രക്ഷപ്പെടാൻ വേണ്ടുന്ന എല്ലാ മാർഗങ്ങളും ഈ കമ്പനി തരുന്നുണ്ട്. എന്തായാലും ഈ ചെറിയ സമയം കൊണ്ട് എനിക്ക് സമയപരിമിതി എന്ന് പറയുന്നത് ഈ നാളെ നമ്മളെ ഒരു മീറ്റിംഗ് നടക്കുകയാണ്. എറണാകുളത്ത് എല്ലാവരും പോകേണ്ട തിരക്കുണ്ട്. അതേപോലെ തന്നെ എനിക്കും അതിന് തിരക്കുണ്ട്. നിങ്ങൾ എല്ലാവരും ഈ ബിസിനസ് എന്ന് പറയുന്നത് നമ്മൾ ഏറ്റെടുക്കുക എന്നതാണ്. നമ്മൾ ഏറ്റെടുത്തു കഴിഞ്ഞാൽ കൂടെ വന്നവർ ഏറ്റെടുത്തോളും. അതിന് ശക്തമായിട്ടുള്ള ഒരു ഓർഗനൈസേഷനാണ് നമ്മളെ സൗത്ത് ഇന്ത്യൻ ടീം. അതിന്റെ സാരഥിയായിട്ട് നമ്മളെ സേവിയർ സാറും റാഫി സാറും ഒരു മാർക്കറ്റിൽ നിന്നും സക്സസ് ആയിട്ടുള്ള ഒരു വ്യക്തികളാണ്. എങ്ങനെ വിജയിപ്പിക്കാമെന്ന് കൃത്യമായി ചൂണ്ടിക്കാണിച്ചു തരാൻ മാതൃകമായ ലീഡേഴ്സാണ് നമ്മളെ കൂടെയുള്ളത്. അതുപോലെ തന്നെ ഒരുപാട് ലീഡേഴ്സ് നമ്മളെ കൂടെയുണ്ട്. അവരൊക്കെ ഈ ജീവിതത്തിൽ ചുരുങ്ങിയ സമയം കൊണ്ട് വലിയ വലിയ നേട്ടങ്ങൾ നേടാൻ വേണ്ടി വന്നവരാണ്. ഞാൻ പറയാം, നമ്മൾ വ്യത്യസ്തമായ ജീവിത അനുഭവമുള്ള ആൾക്കാരാണ് നമ്മൾ ഓരോരുത്തരും ആ അനുഭവത്തിൽ നിന്ന് നമ്മൾ പാഠം പഠിക്കണം. കാരണം ഇന്ന് നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് എന്ന് പറയുന്ന ഈ ഒരു മേഖല വളരെ ശക്തമായി മുന്നോട്ട് പോകുന്ന സമയത്ത് നമ്മൾ കൃത്യമായി പഠിച്ചാൽ ഇന്ന് ചുരുങ്ങിയ സമയം കൊണ്ട് വലിയ വലിയ നേട്ടങ്ങൾ നേടാൻ പോകുന്ന ഒരു മേഖലയാണെന്നും അതേപോലെ തന്നെ ഒരുപാട് ആൾക്കാർ ഇതിൽ സക്സസ് ആയിട്ടുള്ളതാണെന്നും നമ്മൾ ചരിത്രം പരിശോധിച്ചാൽ നമുക്ക് മനസ്സിലാവും. അതുകൊണ്ട് നമുക്ക് എല്ലാവർക്കും ഈ പറയുന്ന സൗത്ത് ഇന്ത്യൻ ടീം എന്ന് പറയുന്ന സമയത്ത് നാളെ നമ്മൾ പറയുന്ന സമയത്ത് ഒരൊറ്റ പേരെ പാടുള്ളൂ. അത് ദാറ്റ് ഈസ് ഓൺലി MR മാർക്കറ്റിംഗ് ആണെങ്കിൽ അതിൽ ഇനി ഒരൊറ്റ ഓർഗനൈസേഷൻ നമ്മൾ അറിയപ്പെടാൻ പാടുള്ളൂ. ദാറ്റ് ഈസ് ഓൺലി സൗത്ത് ഇന്ത്യൻ ടീം എന്ന് പറയുന്ന സമയത്ത് നിങ്ങൾക്ക് എല്ലാവർക്കും ഈ MR മാർക്കറ്റിംഗിലൂടെ വലിയ വലിയ വിജയങ്ങൾ നേടട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ ഈ സെക്ഷൻ ഇവിടെ നിർത്തുന്നു. വിഷ് യു ഓൾ സക്സസ്. ജയ് ഹിന്ദ്. ജയ്